ത്വക്ക് രോഗികൾ മിൽക്ക് ഷേക്ക് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുപോലെ തന്നെ ഇറച്ചി മീനും കഴിച്ചാൽ എന്താ പ്രശ്നം? പലപ്പോഴും ആളുകൾക്കുള്ള ഒരു സംശയമാണ് ത്വക്ക് രോഗത്തിൽ എന്ത് പഥ്യമാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഈ പഥ്യം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു ശിക്ഷയായിട്ടോ നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ അസുഖത്തെ കൂട്ടാൻ കാരണമാകുന്ന കുറേ കാര്യങ്ങളെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അസുഖത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്താനും പറയുന്നതാണ് യഥാർത്ഥത്തിൽ പഥ്യം. ത്വക്ക് രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ രോഗത്തിനും അതിനനുസരിച്ചുള്ള പഥ്യമാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലും പൊതുവെ ത്വക്ക് രോഗികൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതിപ്പോൾ ഇറച്ചി മീൻ ഒഴിവാക്കുക, തൈര് ഒഴിവാക്കുക, അത്തരത്തിലുള്ള അതിൻ്റെ പിറകിലുള്ള ഒരു ഇൻസൈറ്റ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ത്വക്ക് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുശീതം, അതിസ്നിഗ്ധം, അതിമാത്രം ഇത്തരത്തിലുള്ള ആഹാരങ്ങളാണ്. ഇത് രസവഹ സ്രോതസ്സിന്റെ ദുഷ്ടിക്ക് കാരണമായി പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഗുരു എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ പൊറോട്ട, അതുപോലെ മൈദ ചേർന്ന ഐറ്റംസ്, ബിരിയാണി, ഇതൊക്കെ ഹെവിയാണ്. ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ ചെയ്യണം. രണ്ടാമത് ശീതം എന്ന് പറഞ്ഞാൽ തണുത്ത ആഹാരങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. മൂന്നാമത് സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ ഓയിലി അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഉള്ളത്, ഇപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുത്തത് അല്ലെങ്കിൽ തൈര് നന്നായിട്ട് ഫാറ്റ് കണ്ടന്റ് ഉള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡ്ലിയാണ്. അതായത് ഗുരുവും ശീതവും സ്നിഗ്ധവും കമ്പൈൻ ചെയ്യുന്നുള്ള സാധനങ്ങൾ. ഉദാഹരണത്തിന് മിൽക്ക് ഷേക്ക്, അത് തണുത്തതാണ്, ശീതമാണ്, സ്നിഗ്ധമാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിന്താനാംശ അതിചിന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് ചിന്തിക്കുക, അധികമായിട്ട് ടെൻഷൻ, സ്ട്രെസ്, ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടെൻഷൻ നമുക്ക് എപ്പോഴും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഇത്തരം കാര്യങ്ങൾ രോഗികൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ത്വക്ക് രോഗത്തിലേക്ക്, ഈവൻ മരുന്ന് കഴിക്കാതെ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ത്വക്ക് രോഗം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.